Welcome to Ehela's Tuition. എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. In this chapter, we will study the behavior of an individual consumer in the market for the final goods. ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓരോ വ്യക്തിയാണ്, ഒരു മാർക്കറ്റിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. The consumer has to decide on how much of each of the different goods she would like to consume. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അറിയാം അവൾക്ക് ഏതൊക്കെ വസ്തുക്കൾ എത്ര എമൗണ്ടിൽ ആവശ്യമുണ്ടെന്ന്. Our objective here is to study this choice problem in some details. അപ്പോൾ ആ ഒരു ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ചോയ്സ് പ്രോബ്ലംസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. As we see, the choice of the consumer depends on the alternatives that are available to her and on their tastes and preferences regarding those alternatives. ഓരോരുത്തരുടെയും ചോയ്സിനും പ്രിഫറൻസിനും അനുസരിച്ച് ഓരോരോ വ്യത്യസ്ത തരത്തിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈലബിൾ ആണ്. To begin with, we will try to figure out a precise and convenient way to describing the available alternatives and also the tastes and preferences of the consumer. ഇനി നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ആൾട്ടർനേറ്റീവ്സിനെയും ടേസ്റ്റസിനെയും പ്രിഫറൻസസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുക. We will then use this description to find out the consumer's choice in the market. അപ്പോൾ നമുക്ക് കൺസ്യൂമേഴ്സ് ചോയ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ കുറച്ചുകൂടെ ഇംപ്രൂവ്മെൻറ്റ് പ്രൊഡക്ട്സിലൊക്കെ വരുത്താൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രിലിമിനറി നൊട്ടേഷൻസ് ആൻഡ് അസംഷൻസ്. എ കൺസ്യൂമർ ഇൻ ജനറൽ കൺസ്യൂംസ് മെനി ഗുഡ്സ്. നമുക്കറിയാം ഒരു കൺസ്യൂമർ ഒരുപാട് സാധനങ്ങൾ കൺസ്യൂം ചെയ്യും. But for simplicity, we shall consider the consumer's choice problem in a situation where there are only two goods. നമ്മളെ സിംപ്ലിസിറ്റിക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുക കൺസ്യൂമേഴ്സിന് ആകെ 2 ഗുഡ്സ് മാത്രമേ ആവശ്യമുള്ളൂ. We will refer to the 2 goods as good 1 and good 2. നമ്മളിവിടെ അവന് ആവശ്യമുള്ള 2 ഗുഡ്സിനെ good 1 good 2 എന്ന് പറയും. Any combination of the amount of 2 goods will be called consumption bundle. ഈ ഓരോ ഗുഡ്സിനും 2 ഗുഡ്സിനെയും ഒരുപാട് തരത്തിൽ കോമ്പിനേഷൻ ആക്കാൻ വേണ്ടി പറ്റും. ഗുഡ് 1 നമുക്ക് 1 വാങ്ങിക്കാം, ഗുഡ് 2 10 വാങ്ങിക്കാം, ഗുഡ് 1 2 വാങ്ങിക്കാം, ഗുഡ് 2 8 വാങ്ങിക്കാം. അങ്ങനെ ഒരുപാട് സെറ്റ്സ് ഓഫ് അവൈലബിൾ ആണ്, ഒരുപാട് സെറ്റ് നമുക്ക് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പിനേഷന് നമ്മൾ എന്ത് പറയും? കൺസംഷൻ ബണ്ടിൽ എന്ന് പറയും. ഓർ ഇൻ ഷോർട്ട് എ ബണ്ടിൽ. ചെറുതായിട്ട് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ബണ്ടിൽ എന്ന് പറയാം. In general, we shall use the variable x1 to denote the amount of good 1 and x2 to denote the amount of good 2. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഗുഡ് 1 വാങ്ങിക്കുന്ന എമൗണ്ട് x1 എന്നും ഗുഡ് 2 വാങ്ങിക്കുന്നത് x2 ആണെന്നും പറയാം. x1 and x2 can be positive or 0. x1ൻ്റെ വാല്യൂ x2ൻ്റെയും വാല്യൂ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ 0 ആവാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് x2 വാങ്ങിച്ചു കഴിഞ്ഞാൽ x1ൻ്റെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. Would mean the bundle consisting of x1 amount of good 1 and x2 amount of good 2. അപ്പം നമ്മളിവിടെ ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ എല്ലാം നമ്മൾ ബണ്ടിൽ എന്ന് പറയും. അപ്പോൾ ആ ബണ്ടിലിൽ x1ൻ്റെയും x2ഉം ആണ് ഉണ്ടാവുക. അപ്പോൾ for a particular values of x1 and x2 would give us a particular bundle. For example, നമുക്ക് എന്താ പറയാം, ഇപ്പോൾ 2 എക്സാമ്പിൾ ഉണ്ടാവും. The bundle 510 consists of 5 units of good 1 and 10 units of good 2. അല്ലെങ്കിൽ the bundle 10-5 ഇതിനകത്ത് എന്തുണ്ടാവും? consists of 10 units of good 1 and 5 units of good 2. അപ്പോൾ നമ്മൾ പ്രിലിമിനറി ഇങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്, ആ ഇൻഡിവിജ്വലിന് മാർക്കറ്റിൽ ആകെ 2 ഗുഡ്സ് ആവശ്യമുള്ളതാണ് ഗുഡ് 1ഉം ഗുഡ് 2ഉം. അവൻ്റെ പ്രിഫറൻസസ് അനുസരിച്ചിട്ട് ഗുഡ് 1ഉം ഗുഡ് 2ഉം എത്ര എമൗണ്ടിൽ വേണമെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഗുഡ് 1 വാങ്ങിക്കുന്നത് x1 എമൗണ്ട് ആണെന്നും ഗുഡ് 2 വാങ്ങിക്കുന്നത് x2 എമൗണ്ട് ആണെന്നും നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ എനി കോമ്പിനേഷൻസ് ഓഫ് എമൗണ്ട് ഓഫ് ദ 2 ഗുഡ്സ് വിൽ ബി കോൾഡ് കൺസംഷൻ ബണ്ടിൽ. ഈ ഏത് കോമ്പിനേഷൻ ആയാലും ഈ 2 ഗുഡ്സ് വാങ്ങിക്കുന്നതിനെ നമ്മൾ കൺസംഷൻ ബണ്ടിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻ ഷോർട്ടായിട്ട് ബണ്ടിൽ എന്ന് പറയും. അടുത്ത ടോപ്പിക്ക് the consumer budget. Let us consider a consumer who has only a fixed amount of money.
പറയാം ഒരു കൺസ്യൂമറിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി ഉണ്ടാവുള്ളൂ ടു സ്പെൻഡ് ഓൺ 2 ഗുഡ്സ് ദ പ്രൈസസ് ഓൺ വിച്ച് ആർ ഗിവൺ ഇൻ ദ മാർക്കറ്റ്. ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും കൺസ്യൂമറിൻ്റെ കയ്യിൽ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി ഉണ്ടാവുള്ളൂ. അവൻ്റെ ഇൻകമിനനുസരിച്ചിട്ടുള്ള മണി മാത്രമേ അവൻ്റെ കയ്യിലുണ്ടാവും. ദ കൺസ്യൂമർ കനോട്ട് ബൈ എനി ആൻഡ് എവറി കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് ഷീ മേ വാണ്ട് ടു കൺസ്യൂം. അവന് ആവശ്യമുള്ള അത്രയും കോമ്പിനേഷൻസ് ഒന്നും അവന് വാങ്ങിക്കാൻ വേണ്ടി കഴിയില്ല. അവൻ്റെ കയ്യിലുള്ള എമൗണ്ട് ഓഫ് മണിക്ക് അനുസരിച്ച് മാത്രമേ അവന് ആ ഒരു ഗുഡ് വണ്ണും ഗുഡ് ടൂവും വാങ്ങിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ദ കൺസംഷൻ ബണ്ടിൽസ് ദാറ്റ് ആർ അവൈലബിൾ ടു ദ കൺസ്യൂമർ ഡിപ്പെൻഡ് ഓൺ ദ പ്രൈസസ് ഓഫ് 2 ഗുഡ്സ് ആൻഡ് ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ ഏതൊരു കൺസ്യൂമർ ആയാലും അവന് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ അവൻ്റെ ഇൻകമിനെയും അതേപോലെ ആ ഒരു ഗുഡിൻ്റെ പ്രൈസസിനെയും അനുസരിച്ചിരിക്കും. പ്രൈസ് കൂടുതലാണെങ്കിൽ അവന് കുറച്ച് നമ്പർ മാത്രമേ കിട്ടുകയുള്ളൂ. പ്രൈസ് കുറവാണെങ്കിൽ അവൻ്റെ ഇൻകമിനനുസരിച്ച് അവന് കൂടുതൽ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഗിവൺ ഹെയർ fixed income and the prices of 2 goods, the consumer can afford to buy only those bundles which cost her less than or equal to her income. അപ്പോൾ നമുക്ക് പറയാം ഒരു കൺസ്യൂമറിന് അവൻ്റെ കയ്യിലുള്ള ഇൻകത്തിനേക്കാളും കുറവോ ഈക്വലോ ആയിട്ടുള്ള ഗുഡ്സ് മാത്രമേ പർച്ചേസ് ചെയ്യാനും കൺസ്യൂം ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെ അടുത്തത് നമ്മുടെ ബഡ്ജറ്റ് സെറ്റ്. സപ്പോസ് ദ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഈസ് എം. നമ്മൾ കൺസ്യൂമറിൻ്റെ ഇൻകം എം ആണെന്ന് വിചാരിക്കും. ആൻഡ് ദ പ്രൈസസ് ഓഫ് ദ 2 ഗുഡ്സ് ആർ P1 ആൻഡ് P2. ഇപ്പം നമ്മൾ ഗുഡ് വണ്ണും ഗുഡ് ടു ഉണ്ട്. അത് വാങ്ങിക്കുന്ന എമൗണ്ട് X1 X2 ആണ്. ഇനി അതിൻ്റെ പ്രൈസ് P1 P2 ആണ്. കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള ഇൻകം എം ആണ്. If the consumer want to buy X1 units of good one and she will has to spend P1 X1 amount of money. നമുക്കറിയാം ഒരു പെന്നിന് ഗുഡ് വൺ ഇപ്പോൾ പെന്നാണെങ്കിൽ പെന്നിന് 10 rupees ആണെങ്കിൽ അവന് പെന്നിൻ്റെ പ്രൈസ് P1 10 rupees ആണ്. അപ്പോൾ അവന് നമ്പർ X1 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 2 units ഓഫ് പെന്ന് വേണമെന്ന് വിചാരിക്കും. 10 rupees ഉള്ള 2 units ഓഫ് പെന്ന് വേണമെന്നുണ്ടെങ്കിൽ എത്ര സ്പെൻഡ് ചെയ്യണം? 10 into 2. അതേപോലെ തന്നെ നമുക്കിപ്പോൾ വാല്യൂസ് അറിയില്ല. പ്രൈസ് P1 ആണ്. ഗുഡ് വണ്ണ് X1 യൂണിറ്റ്സ് വേണം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് P1 X1 ആയിരിക്കും. Similarly, if the consumer want to buy X2 units of good 2, she will has to spend P2 X2 amount of money. Therefore, if the consumer want to buy the bundle consisting X1 units of good 1 and X2 units of good 2, she will has to spend. അപ്പം അവൻ്റെ കയ്യിലുള്ള പൈസ അനുസരിച്ചിട്ട് അവന് P1 എന്നുള്ള പ്രൈസിലുള്ള X1 യൂണിറ്റ്സും വാങ്ങിച്ചു, P2 എന്ന് പറയുന്ന പ്രൈസിലുള്ള X2 യൂണിറ്റും വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ അവന് സ്പെൻഡ് ചെയ്യേണ്ടത് P1 X1 plus P2 X2 എമൗണ്ട് ഓഫ് മണിയാണ്. ഷീ ക്യാൻ ബൈ ദിസ് എ ബണ്ടിൽ ഓൺലി ഇഫ് ഷീ ഹാസ് അറ്റ് ലീസ്റ്റ് P1 X1 plus P2 X2 amount of money. അപ്പോൾ അവന് ഇത്രയും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ ഇത്രയും മണി ഉണ്ടാവണം. Given the prices of goods and the income of consumer, she can choose any bundle as long as it costs less than or equal to the income she has. അപ്പോൾ ഇതിൻ്റെ വാല്യൂ P1 X1 plus P2 X2 ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആകുന്നത് വരെ അവന് ഏത് കോമ്പിനേഷനിലുള്ള ഈ ഗുഡ് വണ്ണും ഗുഡ് ടൂവും അവന് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് ബണ്ടിലുള്ളതും അവന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം in other words, the consumer can buy any bundle such that. അപ്പം നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് പറയാം, കൺസ്യൂമർ ഏതൊരു ബണ്ടിലും വാങ്ങിക്കാൻ വേണ്ടി പറ്റും. എത്ര വരെ? P1 X1 plus P2 X2 ലെസ് ദാൻ എം ആവുന്നത് വരെ അവന് ഏത് ബണ്ടിലുള്ളതും വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് the inequality 2.1 is called the consumer budget constraint. ഇപ്പോൾ ഈ ഇക്വേഷന് നമ്മൾ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് എന്നാണ് പറയുക. The set of bundles available to the consumer is called a budget set. ഇങ്ങനെ ആവുന്ന കേസിൽ അവൻ്റെ ഇൻകത്തിനേക്കാളും കുറവായിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് പറയും? ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയും. അവൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുകൊണ്ട്. The budget set is thus the collection of all bundles the consumer can buy with her income at the prevailing market prices. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ ബണ്ടിൽസ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ ബൈ വിത്ത് ഹെർ ഇൻകം ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസസ്. അവൻ്റെ ഇൻകം വെച്ചിട്ട് ഈ മാർക്കറ്റിലുള്ള പ്രൈസസിലുള്ള ഏതൊക്കെ കോമ്പിനേഷനിൽ അവന് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ അതിനെയാണ് എന്ത് പറയുന്നത്? ബഡ്ജറ്റ് സെറ്റ് എന്ന്
പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ പറയുന്നുണ്ട്, കൺസിഡർ ഫോർ എക്സാമ്പിൾ കൺസ്യൂമർ ഹു ഹാസ് ₹20. ഒരു കൺസ്യൂമറിൻ്റെ കയ്യിൽ 20 രൂപയാണ് ഉള്ളത്. ആൻഡ് സപ്പോസ് ബോത്ത് ഗുഡ്സ് ആർ പ്രൈസ്ഡ്. അവന് വാങ്ങിക്കേണ്ട ഗുഡ് 1നും ഗുഡ് 2നും പ്രൈസ് 5 രൂപയാണ്. ദ ബണ്ടിൽസ് ദാറ്റ് ഇസ് കൺസ്യൂമർ അഫോർഡ് ടു ബൈ ആർ. അവന് ഏതൊക്കെ ബണ്ടിൽസ് വാങ്ങിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അവന് ഗുഡ് 1ഉം ഗുഡ് 2ഉം 0 ആവുന്ന കേസിൽ വാങ്ങിക്കുക. 2ഉം വാങ്ങിക്കാണ്ടിരിക്കാം, 0 ആവുന്നത് വാങ്ങിക്കാം. പിന്നെ 0-1 വാങ്ങിക്കാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 5 rupees ആവുള്ളൂ. 0-2 വാങ്ങിച്ചാൽ ടോട്ടൽ കോസ്റ്റ് 10. 0-3 വാങ്ങിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് 3 × 5 എന്താണ് 50. 0 × 4 20 rupees. 1-0 വാങ്ങിക്കുക 5 rupees ആവുള്ളൂ. 1-1 വാങ്ങിക്കുക അപ്പോൾ 10 rupees ആവും. 1-2 വാങ്ങിക്കാം. 1-2 ആകുന്ന സമയത്ത് 15 ആവും. 1-3 ആകുന്ന സമയത്ത് 20. 2-0 ആകുന്ന സമയത്ത് 10. 2-1 ആകുന്ന സമയത്ത് 15 rupees. 2-2 ആകുന്ന സമയത്ത് 20 rupees. 3-0 ആകുമ്പോൾ 15 rupees. 3-1 ആവുന്ന സമയത്ത് 20 rupees. 4-0 ആകുമ്പോഴും 20 rupees. Among these bundles 0-4, 1-3, 2-2, 3-1 ഇതൊക്കെ കംപ്ലീറ്റ് 4 ആവുന്നതല്ലേ. 4 4 4 4 4-0 ആർ കോസ്റ്റ് എക്സാക്ട്ലി 20 rupees. അവൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് പൈസയും കൊടുത്തു കഴിഞ്ഞാലാണ് ഇത്രയും കോമ്പിനേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക. കോസ്റ്റ് എക്സാക്ട്ലി 20 ആൻഡ് ഓൾ അതർ ബണ്ടിൽസ് കോസ്റ്റ് ലെസ് ദാൻ 20 rupees. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ബണ്ടിൽസും അതിൻ്റെ കോസ്റ്റ് ലെസ് ദാൻ 20 rupees ആണ്. അപ്പം കൺസ്യൂമർ കനോട്ട് അഫോർഡ് ടു ബൈ ബണ്ടിൽസ് ലൈക്ക് 3-3 ആൻഡ് 4-5 ബിക്കോസ് ദ കോസ്റ്റ് മോർ ദാൻ 20 rupees അറ്റ് ദ പ്രിവെയിലിംഗ് പ്രൈസസ്. അപ്പം മാക്സിമം വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നത് കോമ്പിനേഷൻ 0-4, 1-3, 2-2, 3-1, 3-1, 4-0 ഈ ബണ്ടിൽസ് മാത്രമേ കൺസ്യൂമറിന് വാങ്ങിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എക്സ്ട്രാ അവൻ്റെ കയ്യിലുള്ള ഇൻകമിനേക്കാളും കൂടുതൽ വരുന്നതാണ് 3-3, 4-5. അപ്പോൾ അത് അവന് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അടുത്ത ടോപ്പിക് ബഡ്ജറ്റ് ലൈനാണ്. ഇഫ് ബോത്ത് ഗുഡ്സ് ആർ പെർഫെക്റ്റ്ലി ഡിവിസിബിൾ. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് നമ്മൾ 2 ഗുഡ്സും അത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണ്. ദി കൺസ്യൂമർ ബഡ്ജറ്റ് സെറ്റ് വുഡ് കൺസിസ്റ്റ് ഓഫ് ഓൾ ബണ്ടിൽസ്. നമ്മൾ കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് സെറ്റിലെ എല്ലാ ബണ്ടിൽസും X1 X2ൻ്റെ എല്ലാ കോമ്പിനേഷൻസും അവൈലബിൾ ആണ്. അതുപോലെ P1 X1 + P2 X2 ലെസ് ദാൻ M ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ P1 X1 + P2 X2 ലെസ് ദാൻ M ആണെങ്കിൽ ഈ ഫിഗറിൽ തന്നിട്ടുള്ളത് ഫിഗർ 2.1 ഈ ഒരു ലൈന് റെപ്രസെൻ്റ് ചെയ്യുന്നത് P1 X1 + P2 X2 = M എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഈ ഒരു ലൈന് വരുന്നത് P1 X1 + P2 X2 = M എന്ന് പറയുന്ന കണ്ടീഷൻ. ഈ ഒരു ലൈന് കംപ്ലീറ്റ് = M എന്ന് പറയുന്ന കണ്ടീഷൻ. ഇനി അതിൻ്റെ താഴെ ഈ ലൈനിൻ്റെ താഴെ വരുന്ന എല്ലാ കോമ്പിനേഷനും P1 X1 + P2 X2 ലെസ് ദാൻ M എന്നുള്ള കോമ്പിനേഷനിൽ വരും. അപ്പോൾ ഇനി നമുക്ക് ഇതിന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഇത് P1 X1 + P2 X2 = M എന്ന് പറയുന്ന കേസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് വേണം? ഇതൊരു ലൈനാണ്. ലൈനിൻ്റെ ഇക്വേഷനിലേക്ക് നമ്മളിത് മാറ്റണം. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? നമുക്കറിയാം P1 X1 + P2 X2 = M നമുക്കറിയാം. അപ്പോൾ നമ്മൾ P2 X2നെ ഒരു സൈഡിൽ വെച്ചിട്ട് P2 X2 = M. അപ്പോൾ P1 X1 എന്താ അപ്പുറത്തെ സൈഡിലേക്ക് പോകും. M - P1 X1 അങ്ങനെ വരും. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? X2 മാത്രം കണ്ടുപിടിക്കണം. X2 = എന്ത് വരും? X2ൻ്റെ കൂടെയുള്ള P2 ഇപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്തിട്ട് വരും. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് വരും. അപ്പോൾ 1/P2 × M - P1 X1
x1 എന്ന് വരും. അപ്പോൾ ഇതിൽ m x2 is equal to എന്ത് വരും? m/p2 മൈനസ് p1/p2 ഇൻറ്റു x1 എന്ന് വരും. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ അറിയാം. ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? y is equal to ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ലൈനിൻ്റെ ഇക്വേഷൻ y is equal to c plus mx. അതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. y is equal to c plus mx ആണ് ലൈനിൻ്റെ ഇക്വേഷൻ. y is equal to c plus mx. അപ്പോൾ അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. c എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും m എന്ന് പറയുന്നത് സ്ലോപ്പുമാണ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്താ ഉള്ളത്? ഇപ്പം ഇതിൽ സ്ലോപ്പിൻ്റെ അടുത്ത് വരുന്നത് p1/p2, അതാണ് സ്ലോപ്പ് വരുന്നത്. m/p2 എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്ലോപ്പ് എന്ന് പറയുന്നത് p1/p2, m/p2 എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ആണ്. അപ്പോൾ ഈ ചിത്രം നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഏതാണ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഏതാണ്. ഇതിൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൽ വരുന്നതാണ് m/p1, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ വരുന്നതാണ് m/p2, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ വരുന്നതാണ് m/p2. ഇപ്പോൾ നമുക്ക് ഇൻ്റർസെപ്റ്റും കിട്ടി, സ്ലോപ്പ് കിട്ടി, p1/p2 സ്ലോപ്പും കിട്ടി. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളത്, അപ്പോൾ സ്ലോപ്പ് മൈനസ് p1/p2.